എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കൊത്തമര അധികം ആരും ഉപയോഗിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കയ്പ്പ് രസം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പ്പ് രസമൊക്കെ നല്ലപോലെ കുറച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കൊത്തമര തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു കൊത്തമര തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് പരിപ്പാണ്. ഇതിപ്പോൾ വന്നിട്ട് പയറുപരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാകും. കാരണം ആ ഒരു പരിപ്പ് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പരിപ്പ് കുതിർത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം കൊത്തമര എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊത്തമര വന്നിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഷുഗർ പേഷ്യൻസ് ഒക്കെ അവരുടെ ഭക്ഷണത്തിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികളിൽ ഒന്നാണ് ഈ ഒരു കൊത്തമര എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് തോരനായിട്ട് മാത്രമല്ല, നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഈ ഒരു കൊത്തമര ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്കയൊക്കെ അരിയുന്ന ആ ഒരു വലിപ്പത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പ്പ് രസമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കയ്പ്പ് രസം നമ്മൾ അറിയാതെ കൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കയ്പ്പ് രസമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു കൊത്തമര തോരൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഇതിൽ പരിപ്പ് ചേർക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമര തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ കൊത്തമര എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുതിർത്ത് വെച്ച വെള്ളമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കൊത്തമരയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ ഒരു തോരന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഈ ഒരു അളവിലാണ് നിങ്ങൾ അമരപ്പയറും അതുപോലെ പരിപ്പും എടുക്കുന്നതെന്ന് വരികിൽ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം ആ ഒരു വെള്ളം നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്. അല്ലാതെ ഈ ഒരു അമരപ്പയർ വെന്തതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയരുത്. ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അമരപ്പയർ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കാശ്മീരി മുളകും 1 എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. തന്നെയല്ല, വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു കൊത്തമരയുടെ ആ ഒരു കയ്പ്പ് രസമൊന്നും നമ്മൾ അധികം അറിയത്തില്ല. ഇനി ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെള്ളം ഒന്നും ചേർക്കാതെ കൊണ്ട് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ സാധാരണ തോരനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന അമരപ്പയറും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒന്ന് വറ്റി വന്നാൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ പാത്രം തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വെന്താൽ മതിയാകും പരിപ്പെല്ലാം. ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല പരിപ്പ്. അപ്പോൾ ഇതാ ബാക്കിയുണ്ടായിരുന്ന വെള്ളവും ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഈ ഒരു തോരൻ വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെന്ന് വരികിൽ ആ ഒരു അമരപ്പയറിൻ്റെ കയ്പ്പ് രസം അധികം നമ്മൾ അറിയില്ല.
തന്നെയല്ല ഇത് വളരെ ടേസ്റ്റിയുമാണ് ഇതുപോലൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ഒരുപാട് അങ്ങനെ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ആദ്യമേ പയർ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പാണ്. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാകും. അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അമരപ്പയറും പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ അധികം കയ്പ്പ് രസമൊന്നും ഇല്ലാതെ നമ്മുടെ കൊത്തമര തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തോരൻ വന്നിട്ട് നമുക്ക് ചോറിൻ്റെ അതുപോലെ കഞ്ഞിയുടെ കൂടെ പിന്നെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.